ഞാൻ ഈ മിമിക്രിക്ക് പോണ സമയത്ത് ഞാൻ പണിക്ക് പോകുമായിരുന്നു. കാരണം നമ്മുടെ പാൻറ്, നമ്മുടെ ഷർട്ട്, നമുക്ക് ഷൂ ഒക്കെ ആവശ്യമാണല്ലോ. അതിനുള്ള വീട്ടിൽ പൈസ ഒന്നും കൊടുക്കണ്ട. അച്ഛനും വലിയ ജോലിക്കാരൊന്നുമല്ല, സാധാരണ കൂലിപ്പണിയാണെങ്കിൽ ഞങ്ങൾ 3 ആൺമക്കളാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലൊന്നും പൈസ കൊടുക്കണ്ട. പക്ഷെ നമ്മുടേതായ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, സിനിമക്ക് പോകാനും അതുപോലെ തന്നെ പാൻറ്, ഷർട്ട് ഒക്കെ വാങ്ങിക്കാനായിട്ട് വീട്ടിലെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പം അതിന് വേണ്ടി ഞാൻ പണിക്ക് പോകുന്നത്. 2 മാസമൊക്കെ നമുക്ക് വെക്കേഷനൊക്കെ വരുമല്ലേ, ആ സമയത്തേ തുടങ്ങി അതെ അതെ അത് പണിക്ക് പോകുമായിരുന്നു. സാര പൈസ കിട്ടുള്ളൂ, നമുക്ക് സിനിമക്ക് പോകേണ്ട പൈസ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അന്നൊക്കെ തുടങ്ങിയൊക്കെ പോകുമായിരുന്നു പണിക്ക്. എന്തിപ്പോൾ പറഞ്ഞത് എൻ്റെ എന്നിട്ട് മാരേജ് വന്നപ്പോൾ അപ്പോൾ അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ് വീട്ടിലെ അച്ഛനോട്, ഇവരുടെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടില്ലായുള്ളൂ. ഞങ്ങൾ കണ്ടിട്ടില്ല. അച്ഛനും അമ്മമാർക്കൊക്കെ അറിയാമായിരുന്നു. ഇവർ എവിടെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും ഒക്കെ അച്ഛന്മാർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ ചെന്ന് ജോലിയൊന്നും ഇല്ലെന്ന് പറയണ്ട, മിമിക്രിയാണെന്നൊന്നും പറയണ്ട, ഇങ്ങനെ മാർബിളിൻ്റെ പണിയാണെന്ന് പറഞ്ഞോളാം പറഞ്ഞ്. അങ്ങനെ പറഞ്ഞ്. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു മിമിക്രി ആണെന്ന്. അപ്പം ഞാൻ ഇടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ പറയും എന്താണ് അവിടെ എന്ന് പറയുമ്പോൾ വൈഫ് പറയും എന്താണ് അവിടെ ജോലിന്ന്. ആളുകളൊക്കെ ചോദിക്കുമല്ല കല്യാണം ഉറപ്പിച്ചതിന് ശേഷം, അല്ല മിമിക്രി ആണ് പറഞ്ഞാക്കണേന്ന് പറഞ്ഞ്. അപ്പം അത് അച്ഛനൊക്കെ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഈ 2-3 പേരൊക്കെ ഈ അയൽവക്കത്തു നിന്നൊക്കെ വന്ന് ചോദിക്കുമല്ലോ. അത് ഒരു നാടകമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അതൊരു കലയാണ്. അല്ലെങ്കിൽ കഥകളി, കഥാപ്രസംഗം, ഇതൊക്കെ ഒരു കലയാണ്. മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ വാഗുകൊണ്ട് കാണിക്കണൊക്കെ അതൊക്കെ വലിയ ആ ജോലിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അച്ഛനെ അത് കുഴപ്പമൊന്നുമില്ല. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അത് നോക്കിക്കോളും. കാരണം ആരോഗ്യമുള്ള ഒരാളല്ലേ, അവർ മിമിക്രി കാണിച്ചാലും. പിന്നെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവരോട്. ഈ മിമിക്രി എന്ന് പറഞ്ഞാൽ ഈ നാടകം പോലെ മറ്റേ സിനിമയിലും അങ്ങനെയൊന്നും കയറിയാലൊന്നും അഭിനയിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ അത് തന്നെയല്ല, ഈ 6 മാസം 7 മാസമൊക്കെ ഇതിൻ്റെ സീസണുള്ളൂ, ബാക്കി വെറുതെ നടക്കേണ്ടി വരും. അപ്പോൾ 6 മാസം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വരും. കൊച്ചിനാ ഇവിടെ കൊണ്ട് നിർത്തേണ്ടി വരും, അവിടെ രക്ഷയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ അവർ നോക്കിക്കോളൂന്നേ എന്ന് പറഞ്ഞിട്ടാണ് ഇവളുടെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഒരുമിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഇവരുടെ അച്ഛൻ്റെ കൂടെയൊക്കെ അവിടെ ഇവരുടെ കല്യാണം കഴിഞ്ഞിടക്കൊക്കെ ഒന്നും നമ്മൾ നടക്കുമല്ലോ. അപ്പോൾ ചോദിക്കും എന്താ മരുമോന് ജോലി? മിമിക്സ് പരേഡിന് പോകും. മിമിക്സ് പരേഡാ ഈ സ്റ്റേജിലൊക്കെ അങ്ങനെ പറയും. പക്ഷെ അത് നമുക്കൊരു സന്തോഷവും നമുക്കൊരു എനർജി ആയിരുന്നത്. ഇഷ്ടമുള്ള കലയാണല്ലോ. അതെ അതെ അതെ, ഇഷ്ടമുള്ള കല. അന്ന് മിമിക്രി 250 രൂപ കിട്ടുള്ളത് മിമിക്രി കളിച്ചാല്. ആ സമയത്തും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്തായാലും അതൊരു പോസിറ്റീവ് എനർജി ആയിരുന്നത്. കാരണം വലിയ നടനല്ലെങ്കിലും നമ്മൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ ജീവിക്കണത്. തീർച്ചയായിട്ടും നമ്മളത് ഹൈഡ് ചെയ്ത് വെച്ചില്ല അവര് എന്തായാലും. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ മൈൻഡിൽ വന്നത്, എനിക്ക് തോന്നുന്നു വിജയേട്ടൻ പറഞ്ഞ സമയത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടാവാം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ സമയത്തെ പറ്റി പറയാൻ ഈ ഒരു കാര്യത്തിൽ? അല്ല, വീട്ടിലെല്ലാവർക്കും ഇത് മാരേജിൻ്റെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു ജോലിയാണെന്ന് അറിയാം. ആർക്കും അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മറ്റുള്ളവർ പറഞ്ഞാലും എല്ലാ വേറെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നും പറഞ്ഞില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പണിക്ക് പോയിട്ടില്ല കേട്ടോ. പോകേണ്ട വന്നിട്ടില്ല, പോയിട്ടില്ല. കാരണം പരിപാടികൾ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിൻ രസിയ എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് കളിക്കണത്. എന്ന് വെച്ചാൽ 30 ദിവസം ഉണ്ടെങ്കിൽ 45 ദിവസം പരിപാടിയാണ്, ഡബിളും ട്രിപ്പിളൊക്കെ ആയിട്ട് പരിപാടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നണ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും ചാനലിൽ ക്ലച്ച് പിടിച്ചായിരുന്നു, കയറി വന്നു. ക്ലച്ച് പിടിച്ച് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം, സൂര്യ ടിവിയുടെ പ്രോഗ്രാമിൽ ഞാനും ടിനി ടോമും പക്രമാണ് നടത്തിയിരുന്നത്. പിന്നെ അങ്ങനെ പണിക്കൊന്നും പോകേണ്ടതെന്നല്ല, കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പണിക്ക് പോകേണ്ടതെന്നല്ല. ഭാഗ്യം അല്ലേ? അതൊരു തീർച്ചയായിട്ടും ഭാഗ്യം തന്നെയാണ്. മോള് എന്തെങ്കിലും പാട്ട് പാടുവോ, അങ്ങനെയുള്ള പരിപാടികൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ സ്കൂളിൽ? ആണോ? സ്കൂളിലെ എന്തൊക്കെ പരിപാടികൾ വരുമ്പോഴാണ് മോള് ഡാൻസ് കളിക്കുന്നത്? ആനുവൽ ഡേ. ആനുവൽ ഡേ വരുമ്പോൾ എല്ലാ ആനുവൽ ഡേക്കും മോള് ഡാൻസ് കളിക്കുമോ? കളിക്കും. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്നാ പറയും? ടീച്ചർമാരൊക്കെ എന്നാ പറയുന്നത് മോളുടെ അടുത്ത്? അടിപൊളിയാന്ന് പറയുമോ? ആണോ? കൂട്ടുകാരോ? ആണോ? അപ്പോൾ കൂട്ടുകാരും ടീച്ചർമാരും ഒക്കെ അച്ഛനെ പറ്റിയൊക്കെ ചോദിക്കുമോ? എന്താ ചോദിക്കുന്നത്? ഇടയ്ക്ക് ചോദിക്കും. ഇടയ്ക്ക് ചോദിക്കും. എന്താ ചോദിക്കുന്നത്?
അപ്പൊ സന്തോഷാവും അല്ലേ? ചേച്ചിക്ക് ഇപ്പം ബിജുചേട്ടൻ്റെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്രയോ സിനിമ ഈ ബാക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. അപ്പം ഒരുപാട് ചിരിപ്പിച്ച സിനിമകളുണ്ട്. അപ്പം ഇപ്പോഴും ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവും. ചിലപ്പോൾ ആ കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ അത് കഴിഞ്ഞ് പിന്നെ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. അതിലേതാ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട 2014-15 ആ സമയമാണ്. വേറെ ഇപ്പൊ അതിലും മുൻപിലത്തെ പടങ്ങൾ നോക്കുവാണെങ്കിൽ അത് പിന്നെ ഓൾ ഇൻ ഫുൾ ഓൺ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ? ഈ പോത്തൻ ബാബുലേക്ക് സിനിമയിലേക്ക് വിളി വരുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് ടീച്ചറിനാണോ പറഞ്ഞത്? അതെന്തായിരുന്നു സംഭവം? അതെന്ന് പറഞ്ഞാല് അന്ന് ഞാൻ ഈ 5 സ്റ്റാർ തട്ടുകട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഗൾഫ് ഷോകളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അന്ന് ഇപ്പം ഇന്ന് പോയിട്ട് നാളെ അവിടെ ഒരു ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പാട്ട് പാടി തിരിച്ചു പോരുന്ന കൂട്ടല്ല അന്നത്തെ പരിപാടി. അന്നൊക്കെ നമ്മൾ ഒരു മാസം പോവുകയാണ് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അന്ന് 45 പരിപാടിക്കാണ് എഗ്രിമെന്റ് ചെയ്താക്കണം. 45 പരിപാടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ, ടെനി ടോമു, പക്രു, അതാണ് നമ്മുടെ 5 സ്റ്റാർ തട്ടുകട അല്ലാതെ. അപ്പൊ 5 സ്റ്റാർ കോമഡി ഷോ എന്നും പറഞ്ഞാണ് പോണത്. അപ്പം ഞാനില്ലാണ്ട് നടക്കേയില്ല. എനിക്കാണെങ്കിൽ അന്ന് വരെ ഞാൻ എഗ്രിമെന്റ് ചെയ്തിട്ടില്ല. ടെനി വിളിക്കും, ഞാനങ്ങ് പോകും, നമുക്കൊരു പൈസ പറഞ്ഞിട്ട് പോരും. ഇതിനകത്ത് തന്നെ എന്നെ കൊണ്ട് എഗ്രിമെന്റ് ചെയ്യിപ്പിച്ചു. കാരണം ഞാനൊരു ഘടകമാണ് അതിനകത്ത്. അതുകൊണ്ട് എഗ്രിമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ എഗ്രിമെന്റ് കൊള്ളാലത്. ഞാൻ എഗ്രിമെന്റ് അപ്പം ഞാനൊരു വാശിക്ക് എഗ്രിമെന്റും ചെയ്ത് അവർക്ക് ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആൻഡോ ചേട്ടൻ വിളിക്കുന്നത്, ആൻഡോ ജോസഫ് ചേട്ടൻ വിളിക്കുന്നത്. ആൻഡോ ചേട്ടൻ ആരാണെന്ന് എനിക്കറിയില്ല. നമുക്ക് സിനിമയായിട്ട് വലിയ ബന്ധമില്ലല്ലോ, കാണുന്നതല്ലാതെ നമുക്ക് അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇനി കുറേ നാളുകളൊക്കെ കഴിഞ്ഞാൽ വരുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ ഞാനിങ്ങനെ ഒരു ഷോയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഉണ്ടാവില്ല. അപ്പം എൻ്റെ മനസ്സിൽ പോയത് ഏതെങ്കിലും ഒരു ഓഫീസിൽ പിയൂണായിട്ടോ അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുക്കുന്നതായിട്ടോ ഇതൊക്കെയാണല്ലോ മിമിക്രിക്കാർക്ക് കിട്ടുന്നത്, ചെറിയ അതിലും ഭയങ്കരമാണ്. നമുക്ക് ഈ ഷോ പോയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മുടെ ഒരു കോംബോ അവിടെ വേണം. ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്നത് അത് കണ്ടിട്ടൊക്കെയാണ്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ശരി, സിനിമയിൽ അഭിനയിക്കാനല്ലേ? അതെ, പക്ഷെ ഇത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല കേട്ടോ. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തു പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ടിന്നെ വിളിച്ച് ആൻഡോ ചേട്ടൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ ടിനി എന്നെ വിളിച്ചേട്ടാ, നീ ആൻഡോ ജോസഫ് ചേട്ടൻ വിളിച്ചിട്ട് നീ എന്താടാ സിനിമക്ക് ചെല്ലൂല എന്ന് പറഞ്ഞ് സിനിമക്ക് എന്നങ്ങനെ നമ്മുടെ പ്രോഗ്രാമിന് പോകണ്ടേ നമുക്ക്. അപ്പോൾ ടിനിക്കും അറിയില്ല ഇത്രയും വലിയ വേഷമെന്ന്. അപ്പോൾ ടിനിയും പറഞ്ഞ് ശരിയാണുള്ളത്, നമ്മുടെ ആ സമയത്ത് തന്നെയാണല്ലോ പറഞ്ഞ്. ഞാനതല്ലേ പറഞ്ഞത്, നമുക്ക് ആദ്യം ബുക്ക് ചെയ്ത പരിപാടിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ടിനിയും കട്ട് ചെയ്തതാണ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കാരണം അത് ഓൾറെഡി ഏറ്റ പരിപാടിയാണ്. ടിനിക്കും അറിയില്ല ഇത്രയൊക്കെ വലുതാണ്. അപ്പോൾ വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൻഡോ ചേട്ടൻ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ സാധാരണ ഒരു സിനിമയിൽ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത്, ഇതൊരു വലിയൊരു സിനിമയാണിത്. അപ്പം ഞാനും കരുതി വലിയ സിനിമയിൽ ചെറിയ സംഭവം ഞാനില്ല ഏട്ടാ, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. പുള്ളി വീണ്ടും കട്ട് ചെയ്ത്, എന്നെ കൊണ്ട് നിർബന്ധിച്ചൊന്നുമില്ല. 3ാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ്, ഇനി ഞാനങ്ങനെ വല്ല ചീത്ത പറഞ്ഞാൽ എന്നിട്ട് പുള്ളി പറഞ്ഞ് ഇത് മമ്മൂക്കയുടെ സിനിമയാണ്, ഈ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്ക സിനിമയിൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ബിജുക്കുട്ടനുണ്ടെന്ന് പറഞ്ഞ്.